ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൻ്റെ 9ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനമാണ് ചെയ്തിരുന്നത്. ഇന്ന് 10ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം. സുരേഷ ശരണം ശർമ്മ വിശ്വരേതാ പ്രജാഭവ അഹ സംവത്സരോ വ്യാല പ്രത്യയ സർവദർശന. സുരേശ സുരാണാം ഈശ്വര. സുരാണം ഈശ്വര. സുരാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവന്മാരുടെ ഈശ്വരനായിട്ടുള്ളവൻ. ഇവിടെ സുരേശന് എന്നുകൊണ്ട് ഇവിടെ ദേവന്മാരുടെ എന്ന് പറഞ്ഞാൽ ഇന്ദ്രാദി ദേവന്മാരുടെ, ബ്രഹ്മ, ഇന്ദ്ര തുടങ്ങിയ ദേവതകളുടെ അവരുടെയും ഈശ്വരനാണ്. കാരണം ഇവിടെ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്, അഥവാ ഈ പ്രപഞ്ചം അതിലിരിക്കുന്ന സകല വസ്തുക്കളും ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്രഷ്ടാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബ്രഹ്മദേവൻ പോലും, ആ ബ്രഹ്മദേവൻ്റെ രൂപത്തിൽ പോലും പ്രത്യക്ഷപ്പെടുന്നത് ആര് തന്നെയാണ്? ഭഗവാനേവ ബ്രഹ്മദേവസ്യ രൂപേണ അഭി തിഷ്ഠതി. ബ്രഹ്മദേവൻ്റെ രൂപത്തിലും സ്ഥിതി ചെയ്യുന്നത് ആര് തന്നെയാണ്? ഭഗവാൻ വിഷ്ണു തന്നെയാണ്, ആ പരമാത്മാവ് തന്നെയാണ്. അതുകൊണ്ടാണ് സുരേശ, സുരന്മാരുടെ ഈശ്വരനാണ്. യഥാർത്ഥത്തിൽ ഭഗവാൻ സർവേശ്വര, സർവത്തിൻ്റെയും സർവസ്യ ഈശ്വര, എല്ലാത്തിൻ്റെയും സർവസ്യ പ്രഭു, എല്ലാത്തിൻ്റെയും പ്രഭുവായിട്ടുള്ളവനാണ് മഹാവിഷ്ണു. അപ്പോൾ ഈ സുരന്മാരുടെ ഈശ്വരനായിട്ടുള്ളവനും ഭഗവാൻ വിഷ്ണു തന്നെയാവുന്നു എന്നർത്ഥം. സുരേശ. ഇനി ശരണം. സുരേശ ശരണം. ശരണം ശർമ്മ. ശരണം ശരണാഗതാനാം ഭക്താനാം രക്ഷക സഹ ഏവ. ശരണാഗതാനം, ശരണം അഭയത്തെ പ്രാപിക്കുക. ശരണം എന്ന് പറഞ്ഞാൽ അഭയത്തെ, അഭയം, അഭയകേന്ദ്രം ഭഗവാനേവ. ഭക്താനം അഭയകേന്ദ്ര ധാമ എന്നൊക്കെ പറയാം. സോ ഭഗവാൻ തന്നെയാണ് എല്ലാവരുടെയും അഭയകേന്ദ്രം. ഇവിടെ ഭക്തന്മാരെ, അതായത് സർവേഷാം അഭയകേന്ദ്രം, എല്ലാവരുടെയും അഭയകേന്ദ്രമായിട്ടുള്ളവൻ. ശരണാഗതാൻ സഹ രക്ഷതി. ഭഗവാനെ ശരണമടയുന്നവനെ, ശരണാഗതാൻ ഭഗവാൻ രക്ഷതി, ഭഗവാൻ രക്ഷിക്കുന്നു എന്നർത്ഥം. അതാണ് ശരണം എന്ന് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ശർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആധ്യാത്മിക തലത്തിലുള്ള, അതായത് സകലമാന കെട്ടുബന്ധങ്ങളും, ഈ ഭൗതികമായിട്ടുള്ള ജീവിതമായിട്ടുള്ള സകല കെട്ടുബന്ധങ്ങളും, ഈ ആശാപാശങ്ങളെല്ലാം മുറിക്കപ്പെട്ടാൽ, അതോ മുറിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആത്മാവ്, ജീവാത്മാവ് അനുഭവിക്കുന്ന ആ പരമാനന്ദം, സന്തോഷം, അഥവാ ഭഗവാൻ ലയിച്ചങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ ഭഗവാനെ മനസ്സിലാക്കി, ഭഗവാനെ കണ്ണുകൊണ്ട് ദർശിച്ച്, അല്ലെങ്കിൽ മനക്കണ്ണുകൊണ്ട് ദർശിച്ച് ഇരിക്കുന്ന അവസരത്തിൽ സകല കെട്ടുബന്ധങ്ങൾ വിച്ഛേദിച്ച് ഇരിക്കുന്ന അവസരത്തിലുണ്ടാകുന്ന ആ പരമാനന്ദം, അതിനെയാണ് ഇവിടെ ശർമ്മ എന്ന് പറയുന്നത്. ആ പരമാനന്ദ രൂപത്തിൽ വിളങ്ങുന്നവനും ഭഗവാൻ തന്നെയാണ്. ആ പരമാനന്ദ രൂപത്തിൽ വിളങ്ങുന്നവനും ശർമ്മ, ആ അങ്ങേയറ്റത്തെ സന്തോഷം, പരമാനന്ദം എന്ന് പറയുന്നത് ഈശ്വരനിൽ നമ്മൾ സ്വയം അർപ്പിക്കുന്ന അവസരമുണ്ടാകുന്ന, അഥവാ ഈ ഭൗതികമായിട്ടുള്ള സകല പാടുകളെയും കെട്ടബന്ധങ്ങളിൽ നിന്നും മോചിതരായി ഭഗവാനിൽ ലയിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പരമമായ ആനന്ദം, അതാണ് ശർമ്മ എന്ന് പറയുന്നത്. ശർമ്മ, ആ ശർമ്മ രൂപത്തിലുള്ളവനും ശർമ്മരൂപേണ ആധ്യാത്മിക സന്തോഷ പരമാനന്ദ രൂപേണ അവി ഭഗവാൻ വിഷ്ണു ഏവ തിഷ്ഠതി. അതും ഭഗവാൻ വിഷ്ണു തന്നെയാണ് ആ രൂപത്തിലും സ്ഥിതി ചെയ്യുന്നതർത്ഥം. നമുക്കുണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത്, ആ പരമമായ ആനന്ദം എന്ന് പറയുന്നത്
ഭഗവാൻ തരുന്നു, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നു. ആ ആനന്ദ രൂപത്തിലിരിക്കുന്നത് ഭഗവാൻ തന്നെയാണെന്ന് അർത്ഥം. സകലതും ഈ പരബ്രഹ്മം തന്നെ എന്ന് ചുരുക്കം. സകല കാര്യങ്ങളായിട്ടും സകല ജീവജാലങ്ങളിലും സകല സ്ഥലത്തും സർവപ്രപഞ്ച ഭഗവാൻ എന്ത് ചെയ്തിരിക്കുന്നു? വ്യാപിച്ചിരിക്കുന്നു. വ്യാപ്നോതി, വ്യാപ്യ തിഷ്ഠതി. വ്യാപ്നോതി, വ്യാപ്യ തിഷ്ഠതി, നിറഞ്ഞു നിൽക്കുന്നു, പരന്നു കിടക്കുന്നു. എല്ലാത്തിലും പ്രവേശിച്ചിരിക്കുന്നു ഭഗവാൻ എന്നർത്ഥം. അപ്പം ഇവിടെ ആ സന്തോഷം എന്ന് പറയുന്ന, ആ പരമാനന്ദം എന്ന് പറയുന്ന ആ രൂപത്തിലും ഭഗവാൻ തന്നെയാണ് ഇരിക്കുന്നതെന്ന് അർത്ഥം. അപ്പോൾ എല്ലാം ഭഗവാന്റെ തന്നെ, എല്ലാം ഭഗവാൻ തന്നെ എന്നർത്ഥം. സർവം ഭഗവാനേവ. വിശ്വരേത, വിശ്വസ്യ രേതസ്, വിശ്വസ്യ രേത അഥവാ ബീജം, വിത്ത്. ഈ ലോകത്തിൻ്റെ വിത്തെന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണെന്ന് പറഞ്ഞത്. കാരണം സർവം ഭഗവതഃ ഏവ ഉദ്ഭവതി. ഭഗവാനിൽ നിന്ന് തന്നെയാണ് സകലതും ഉത്ഭവിക്കുന്നതെന്ന് അർത്ഥം. അഥവാ ഭഗവാൻ തന്നെയാണ് എല്ലാത്തിനും സൃഷ്ടിക്കുന്നത്. അപ്പോൾ എല്ലാ സാധനവും എന്തു തന്നെയാണ്? തസ്മാദേവ ഭഗവതഃ ഏവ, അതായത് സർവചരാചരാണി ഉദ്ഭവതി. സർവചരാചരങ്ങളും, ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും ഭഗവാനിൽ നിന്ന് ഉത്ഭവിക്കുന്നത് കൊണ്ടാണ്. വിശ്വരേത, വിശ്വത്തിൻ്റെ ബീജമായിട്ടുള്ളവൻ, ലോകത്തിൻ്റെ ബീജമായിട്ടുള്ളവൻ ആണ് വിശ്വരേത എന്ന് പറഞ്ഞിരിക്കുന്നത്. വിശ്വസ്യ രേത, വിശ്വസ്യ ലോകത്തിൻ്റെ ബീജമായിട്ടുള്ളവനും ഭഗവാൻ തന്നെയാണ്, മഹാവിഷ്ണു തന്നെയാണെന്ന് അർത്ഥം. പിന്നെ പ്രജാഭവഃ, പ്രജാഹ സർവാഹ, എല്ലാ പ്രജകളിലും തസ്മിന്നേവ വർത്തതെ. ഇതാണ് ഇവിടെ പ്രജാഭവഃ. വേറെ അർത്ഥങ്ങളുണ്ട്. പ്രജാഭവഃ പ്രജകളുടെ ഉത്ഭവസ്ഥാനം നടത്തണം പറയാറുണ്ട്. ഇവിടെ അതല്ല. ഇവിടെ സർവാഹ പ്രജാഹ തസ്മിന്നേവ വർത്തന്തേ തിഷ്ടന്തി, അഥവാ പ്രജാനാം ധാമഹ. പ്രജകളുടെയെല്ലാം, പ്രജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തതികൾ, ജനങ്ങൾ, ഇവിടെ സകല ചരാചരങ്ങൾ പ്രജകളായിട്ട്. കാരണം ഭഗവാൻ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഭഗവാന്റെ സന്തതികൾ തന്നെയാണ് സകല ജീവജാലങ്ങളും എന്നർത്ഥം. അങ്ങനെയുള്ള ഭഗവാൻ പ്രജാഭവഃ, ഈ പ്രജകളെല്ലാം തന്നെ, പ്രജകളിലെല്ലാം തന്നെ ഭഗവാൻ സർവാഹ പ്രജാഹ തസ്മിന്നേവ വർത്തന്തെ, എല്ലാ ജനങ്ങളും ഭഗവാനിൽ തന്നെയാണ് നിലകൊള്ളുന്ന അർത്ഥം. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മൊത്തം ഭഗവാനിലാണ് കുടികൊള്ളുന്നതെന്നർത്ഥം. ഈ പ്രപഞ്ചം, അതാണ് പ്രജാഭവ, എല്ലാ പ്രജകളും എന്ന് പറഞ്ഞാൽ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സകല ചരാചരങ്ങളും, ഈ സകല പ്രപഞ്ചവും ഭഗവാന്റെ ഉള്ളിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രജാഭവ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അഹഹ, അഹസംവത്സരോ അഹഹ. അഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഹർ നിശം, പകലും രാത്രിയും. അഹഹ പകലെന്ന് അർത്ഥമുണ്ട്, സമയം എന്നർത്ഥമുണ്ട്. ഇവിടെ അഹഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഹീനം, ന ഹീനം എന്നർത്ഥം. ന ഹീനം എന്ന് പറഞ്ഞാൽ ത്യജിക്കപ്പെടുന്നില്ല എന്നർത്ഥം. ഹീനം ത്യജിക്കുക, അഹീനം ത്യജിക്കപ്പെടാത്തത് എന്നർത്ഥം. ഇവിടെ അസ്യ ദാറ്റ് ഭഗവതഃ ഹീനഃ നാസ്തി. ഭഗവാന് ഹീനം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമല്ല. അഥവാ ഭക്തന്മാരെ ഭഗവാൻ ഉപേക്ഷിക്കില്ല എന്നർത്ഥം. ഒരു കാലത്തും ഭഗവാൻ മഹാവിഷ്ണു ഭക്തൻ ന ത്യജതി, ഒരിക്കലും ഭഗവാൻ
ഭഗവാനെ ആശ്രയിച്ചവർ, ഭഗവാനെ ആരാധിക്കുന്നവർ, ഭക്തന്മാരെ ഒരിക്കലും തന്നെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഉപേക്ഷിക്കുന്നില്ല. അപ്പോൾ ഭക്തന്മാരെ ഉപേക്ഷിക്കാത്തവനും, അതുകൊണ്ട് അഹഹ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സംവത്സരഹ. സംവത്സരം പറഞ്ഞാൽ കാലം, വർഷം നേട്ടുള്ള സംവത്സരം. ഒരുപാട് സംവത്സരങ്ങൾ കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ, കാലം കടന്നു പോയി എന്നർത്ഥമില്ല. ഇവിടെ അതല്ല, അതായത് കാലരൂപൻ എന്ന് പറയാം, പക്ഷേ ഇവിടെ അതല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. സംവത്സരഹ മീൻസ് വത്സരഹ, വത്സരഹ. മലയാളത്തിൽ വത്സരഹ എന്ന് പറഞ്ഞ പറഞ്ഞിട്ടുണ്ട്. വത്സരഹ, സംവത്സരഹ. വത്സരഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യഹ വസതി, ആരാണോ താമസിക്കുന്നത് അവനാണ് വത്സരഹ. സംവത്സരഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിൽ എല്ലാവരും വർത്തിക്കുന്നവനാരോ അവൻ, അതാണ് സംവത്സരഹ. അതായത് യഹ തേഷു പ്രബുദ്ധേഷു വസതി, പ്രബുദ്ധന്മാരിൽ വസിക്കുന്നവൻ ആയിട്ടുള്ള ആരാണോ. പ്രബുദ്ധൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്ഞാനികൾ, സന്യാസികൾ, ഋഷിമാർ, സന്യാസികൾ, അതുപോലെ ഭക്തന്മാർ, ഈ മെറ്റീരിയലായിട്ടുള്ള ഭൗതികമായിട്ടുള്ള കെട്ടുബന്ധങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവർ, അങ്ങനെയുള്ളവരെയാണ് ഇവിടെ എന്ത് പറയുന്നത്. അതായത് ഈ പ്രപഞ്ചത്തിലെ ഈ ഭൗതികമായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞ വ്യർത്ഥത, അതിനൊന്നും ഒരർത്ഥവുമില്ല എന്നുള്ള ഒരു തോന്നലുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് ഈ കെട്ടുബന്ധങ്ങളിൽ നിന്നും മോചിക്കപ്പെടാൻ നമുക്ക് കഴിയുള്ളൂ. അങ്ങനെയുള്ള മോചിക്കപ്പെട്ടവരാണ്, ഇതിൽ നിന്നെല്ലാം മോചനം നേടിയവരാണ് അത്തരത്തിലുള്ള മനുഷ്യർ, ഭക്തന്മാർ. അവരിൽ തസ്മിൻ ആണ് ഭഗവാൻ കുടികൊള്ളുന്നു എന്നർത്ഥം. നിവസതി എന്തിന്? ഉദ്ധരണാർത്ഥം, അവരെ ഈ മെറ്റീരിയൽ ലൈഫിൽ നിന്ന് മോചിപ്പിക്കുന്നതിന്, ഉദ്ധരണാർത്ഥം മോചിപ്പിക്കുക, ഉയർത്തുക, സമുദ്ധാരണായ ഉദ്ധരിക്കുന്നതിനായിട്ട്, മോചിപ്പിക്കുന്നതിനായിട്ട് ഭഗവാൻ ഈ എല്ലാ ആത്മാക്കളിലും, ഈ ഭക്തന്മാരിലും, ഈ ജ്ഞാനികളിൽ കുടികൊള്ളുന്നു. കുടികൊള്ളുന്നവൻ ആരാണോ അവനാണ് ആര്? സംവത്സരഹ. അപ്പോൾ ഭഗവാൻ ഭക്തന്മാരിൽ ഉള്ളിൽ തന്നെ അവരെ ഉയർത്തുന്നതിനായിട്ട് ഈ ബന്ധങ്ങളിൽ നിന്നും, ഈ ആശാഭാഷകളിൽ നിന്നും, ഈ ഭൗതിക ജീവിതത്തിൽ നിന്നും, ഈ സുഖദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതിനായിട്ട് ഭക്തന്മാരിൽ അവരുടെ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നർത്ഥം. അങ്ങനെയുള്ള മഹാവിഷ്ണു. പിന്നെ വ്യാലഹ. വ്യാള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർപ്പം എന്നർത്ഥമുണ്ട്. അവിടെ സർപ്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഘോരസർപ്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ആദിശേഷനായിട്ട്, ഭഗവാന്റെ മെത്തയായ ആദിശേഷൻ എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അതല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. വ്യാലഹ, ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കുക എന്നർത്ഥമാണ്. യഹ സ്വീകരോതി, ലാതി, ലാതി സ്വീകരിക്കുക, സ്വീകരോതി, അതാണ് ലാതി എന്ന് പറഞ്ഞെങ്കിൽ. അപ്പോൾ വ്യാലഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഹ ഭക്താൻ ആത്മസാത് കരോതി, ആരെയാണോ ഭഗവാൻ സ്വീകരിക്കുന്നത്, അതായത് ഭക്തന്മാരെ ഭഗവാൻ സ്വീകരിക്കുന്നു എന്നർത്ഥം. ഒരിക്കലും കൈവിടില്ല. ഭക്തന്മാർ ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ എത്തും. അപ്പം അങ്ങനെയുള്ള ഭഗവാൻ, അതായത് ഭക്തന്മാരെ എപ്പോഴും സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളവനും ആണ് ആര്? ഭഗവാൻ, ഈ പരമപുരുഷനായ മഹാവിഷ്ണു. ഇനി പ്രത്യയ.
പ്രത്യേക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യസ്മിൻ പ്രതീയതേ, ഇത് പ്രത്യേക. പ്രതീയത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കാൻ, ആരിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുന്നുവോ, അൺകണ്ടീഷണലായിട്ട് വിശ്വാസം അർപ്പിക്കുന്നുവോ അവനാണ് പ്രത്യേക. ഇവിടെ അതിൻ്റെ അർത്ഥം ഭക്താൻ തസ്മിനവ, ഭഗവാനിൽ തന്നെ, തസ്മിൻ ഭഗവതി, ഭഗവാനിൽ, ഭക്താൻ തസ്മിനേവ, ഭഗവാനിൽ തന്നെ എന്തെന്ന് വിശ്വസതി, വിശ്വസിക്കുന്നു. ഇപ്പോൾ പരിപൂർണമായിട്ടും ഭക്തന്മാർ ആരിൽ വിശ്വസിക്കുന്നു? ഭഗവാനിൽ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കപ്പെടുന്നവനായിട്ടുള്ളവനായും ആര് വരുന്നു? അങ്ങനെ വിശ്വസിക്കപ്പെടുന്നവനായ ഭക്തന്മാരാൽ പരിപൂർണമായിട്ടും വിശ്വാസം അർപ്പിക്കപ്പെടുന്നവനായ ഭഗവാൻ മഹാവിഷ്ണു എന്നർത്ഥം. അതായത് ഭക്തന്മാരെ പരിപൂർണമായിട്ടും ആരിൽ വിശ്വാസം അർപ്പിക്കുന്നു എന്നർത്ഥം, ഭഗവാനിൽ വിശ്വാസം അർപ്പിക്കുന്നു. അങ്ങനെ വിശ്വാസം അർപ്പിക്കുന്നതിനെ ഭഗവാൻ എന്ത്? ഒരിക്കലും സർവദ ന ത്യജതി, ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഭക്തന്മാർ പരിപൂർണമായിട്ട് വിശ്വാസം അർപ്പിക്കുന്നവൻ ഭഗവാനിൽ വിശ്വാസം അർപ്പിക്കുന്നു. അങ്ങനെയുള്ള മഹാവിഷ്ണുവും തങ്ങളുടെ ഭക്തന്മാരെ ഭഗവാൻ ഒരിക്കലും കൈവിടാറില്ല എന്നർത്ഥം. അപ്പോൾ ഭക്തന്മാർ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നവനും. പിന്നെയോ സർവദർശന, സർവദർശന എന്ന് പറയുന്ന അവസ്ഥയിൽ സാധാരണ പറയുന്നത് എല്ലാം കാണുന്നതിനർത്ഥം. അതായത് സഹസ്രപാദം എന്നൊക്കെ പറയും. സഹസ്രാക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 കണ്ണുകളോടുകൂടി, 1000 കണ്ണുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട്. കാരണം ഭഗവാന്റെ അറിവില്ലാതെ കണ്ട് ഇവിടെ ഒരു പൊൽക്കുടി പോലും അനങ്ങില്ല എന്നാണ്. സകലതിനെയും സൃഷ്ടിച്ചിരിക്കുന്ന ഭഗവാൻ തന്നെയാണ്. ആ പരബ്രഹ്മമായിട്ടുള്ള, ബ്രഹ്മമായിട്ടുള്ള, ആ പ്രപഞ്ചശക്തിയായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണുവാണ് സകലതിനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ഭഗവാൻ എല്ലാ സ്ഥലത്തും വ്യാപ്യ തിഷ്ഠതി, വ്യാപിച്ചു നിൽക്കുന്നു. സകല ചരാചരങ്ങളും, ഈ പ്രപഞ്ചം മൊത്തം ഭഗവാൻ നിറഞ്ഞിരിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ സഹസ്രാക്ഷ സഹസ്രപാദ്, 1000 കണ്ണുകളും എന്ന് പറഞ്ഞാൽ അനേക കണ്ണുകളും, സഹസ്രപാദ് അനേക പാദങ്ങളും എന്നാണ്. എന്ന് പറഞ്ഞാൽ സകല സ്ഥലത്തും ഭഗവാൻ നിറഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെ സർവദർശന, എല്ലാം അറിയുന്ന എന്ന അർത്ഥത്തിൽ ഒരർത്ഥം പറയാം. പക്ഷെ ഇവിടെ അതല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ഭക്താനാം സ്വമഹിമാനം ദർശയതി യഹ, ഭഗവാൻ ഭക്താനാം, ഭക്തർക്കായിട്ട് സ്വന്തം മഹിമാനം, സ്വന്തം ഐശ്വര്യം ഭക്തന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നത് ദർശയതി. അഥവാ യഥാർത്ഥമായ ഒരു ഭക്തന് മഹാവിഷ്ണുവിൻ്റെ ആ ദിവ്യ തേജസ്, ആ ഗ്ലോറിയസ് ആയിട്ടുള്ള, ഐശ്വര്യവത്തായിട്ടുള്ള ആ രൂപം കാണാനായിട്ട് കഴിയും. അങ്ങനെ ദർശനം കൊടുക്കുന്നവനും ആയിട്ടുള്ളവനാകുന്നു മഹാവിഷ്ണു എന്നർത്ഥം. അതാണ് സർവദർശന. സർവം ദർശയതി, ഭക്താനം ഭക്തർക്കായിട്ട് സ്വമഹിമാനം സർവം, തൻ്റെ മഹിമാനം, മഹിമകൾ മൊത്തമായിട്ട് ഭക്തന്മാർക്ക് ഭക്താൻ ദർശയതി, കാണിച്ചു കൊടുക്കുന്നു. ഭക്തന്മാർക്ക് സ്വന്തം മഹിമാനം പരിപൂർണമായിട്ട് കാണിച്ചു കൊടുക്കുന്നതുമായിട്ടുള്ളവനാകുന്നു ആര്? ഭഗവാൻ വിഷ്ണു എന്നർത്ഥം. ശ്ലോകം ഒന്നുകൂടെ ചൊല്ലാം. സുരേശരണം ശർമ്മ വിശ്വരേതാ പ്രജാഭവ അഹ സംവത്സരോ വ്യാല പ്രത്യയ സർവദർശന. അടുത്ത വീഡിയോയിൽ അടുത്ത ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനമാണ് നമുക്ക് വീണ്ടും കാണാം. ഓം
ഓം നമോ ഭഗവതേ വാസുദേവായ.